ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കനേഡിയൻ ഫിൽ ലൈഫിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് കാനഡയിലെ ടാക്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് നമുക്ക് ഫെഡറൽ ടാക്സ് എങ്ങനെയാണ്, പ്രൊവിൻഷ്യൽ ടാക്സ് എങ്ങനെയാണ്, ഇതിൻ്റെ ശതമാനം എങ്ങനെയാണ്, അപ്പോൾ ഡിഫറെൻറ്റ് ടാക്സ് ബ്രാക്കറ്റ്സ് ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, നമുക്ക് ലീഗലി എങ്ങനെ കാനഡയിൽ ടാക്സ് സേവ് ചെയ്യാം, നമുക്ക് വീടൊക്കെ മേടിക്കുന്ന സമയത്ത് അറിയാം നമുക്കൊരു ബിഗ് എമൗണ്ട് വേണം, അപ്പോൾ നമുക്ക് ആ ഒരു ഗോളിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ടോപ്പിക്സ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ ഫൈനാൻസ്, ഇതുപോലത്തെ ടോപ്പിക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇത് ഒരുപാട് പേരിലേക്ക് ഇതുപോലത്തെ ഇൻഫർമേഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിലേക്ക് അത് എത്താനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ പേസൈക്കിൽ നിന്നും രണ്ട് തരത്തിലുള്ള ടാക്സുകൾ പോകുന്നുണ്ട്. ഒന്ന് ഫെഡറൽ ടാക്സ്, രണ്ടാമത്തത് പ്രൊവിൻഷ്യൽ ടാക്സ്. ഫെഡറൽ ടാക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, കാനഡയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് കോമൺലി ആപ്ലിക്കബിൾ ആണ്. പക്ഷേ പ്രൊവിൻഷ്യൽ ടാക്സ് ആകുമ്പോൾ അത് നിങ്ങൾ ഏത് പ്രൊവിൻസിലാണോ വർക്ക് ചെയ്യുന്നത് ആ പ്രൊവിൻസിൻ്റെ ടാക്സ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ. അപ്പോൾ നമുക്കിവിടെ കാണാം 5 ടാക്സ് ബ്രാക്കറ്റുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് $48,535 താഴെ ഇൻകം ഉള്ളവർക്ക് 15% അവരുടെ ഫെഡറൽ ടാക്സ് റേറ്റ്. സപ്പോസ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം $48,535 താഴെയാണെങ്കിൽ നിങ്ങളുടെ ഫെഡറൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 15%. ഇങ്ങനെ തന്നെ ഓരോ ടാക്സ് ബ്രാക്കറ്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫെഡറൽ ടാക്സ് റേറ്റുമുണ്ട്. ഒട്ടുമിക്കവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, സപ്പോസ് നിങ്ങളുടെ ഇൻകം $50,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ $50,000 നോർമലി വരുന്നത് എല്ലാവരും ചിന്തിക്കുക സെക്കൻഡ് ടാക്സ് ബ്രാക്കറ്റിലാണ്. അപ്പോൾ അവരുടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫെഡറൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 20.5% ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അതിൻ്റെ വർക്കിംഗ് അങ്ങനെയല്ല. കാനഡയിലെ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ $50,000 ആണെങ്കിൽ ആദ്യത്തെ $48,535 നിങ്ങൾ 15% ടാക്സ് കൊടുക്കുന്നു. ബാക്കി വരുന്ന ഏകദേശം ഒരു $1,200 ബാക്കി വരും. ആ ബാക്കി വരുന്ന എമൗണ്ടിന് നിങ്ങൾ 20.5% ടാക്സ് കൊടുക്കുന്നു. സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇത്തിരി കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ടാക്സ് ബ്രാക്കറ്റുകൾ ഒന്നുകൂടി ചെറുതായിട്ട് ഇത്തിരി കൂടി എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു എക്സാമ്പിളിൻ്റെ രൂപയാണ് ഞാൻ സിമ്പിളായിട്ട് ഇത് പറഞ്ഞുതരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ആൾക്കാരാണ്. അതായത് പേഴ്സൺ എ ആൾക്ക് $45,000 ഇൻകം, പേഴ്സൺ ബി ആൾക്ക് $75,000 ടാക്സബിൾ ഇൻകം, പേഴ്സൺ സി ആൾക്ക് $100,000 ടാക്സബിൾ ഇൻകം. അപ്പോൾ ഇവരുടെ 3 പേരുടെ ടാക്സ് ബ്രാക്കറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആൾ $45,000 ഇൻകമുള്ള ഒരാൾ, പേഴ്സൺ എ. ആളുടെ ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാക്സ് ബ്രാക്കറ്റാണ്. അപ്പോൾ 15% ആയിരിക്കും ആളുടെ ടാക്സ് ബ്രാക്കറ്റ്. അപ്പോൾ ഈ നിരക്കിൽ ആൾക്ക് $6,750 ഫെഡറൽ ടാക്സ് കൊടുക്കേണ്ടി വരും. നമ്മളിവിടെ നോക്കുന്നത് ഫെഡറൽ ടാക്സ് ആണ്, ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ആൾ, പേഴ്സൺ ബി. ആളുടെ ഇൻകം എന്ന് പറയുന്നത് $75,000 ആണ്. ഈ $75,000 ആൾ 2 ടാക്സ് ബ്രാക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആദ്യത്തെ ടാക്സ് ബ്രാക്കറ്റിൽ ആൾ 15% വെച്ച് $48,535 $7,280 ടാക്സ് കൊടുക്കുന്നു. ബാക്കി വരുന്ന $26,465 ആൾ 20.5% ടാക്സ് റേറ്റിൽ $5,425 ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും, ഈ പറഞ്ഞ $75,000 ആൾ 20.5%-ലല്ല, ആൾ 2 ടാക്സ് ബ്രാക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് ടാക്സ് ബ്രാക്കറ്റ് കഴിഞ്ഞ് ഏൺ ചെയ്യുന്ന ഓരോ ഡോളറും ആൾ കൊടുക്കുന്നത് 20.5% ടാക്സ് റേറ്റിലാണ്. ഇത് തന്നെ പേഴ്സൺ സി, $100,000 ഇൻകമുള്ള ആൾ 3 ടാക്സ് ബ്രാക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഫസ്റ്റ് ടാക്സ് ബ്രാക്കറ്റിൽ മനസ്സിലാവും, 15% വെച്ച് $7,280 കൊടുക്കുന്നു. അടുത്ത് രണ്ടാമത്തെ ടാക്സ് ബ്രാക്കറ്റിൽ $48,534 20.5%-ൽ $9,949 ടാക്സ് ആയിട്ട് കൊടുക്കുന്നു. ബാക്കി വരുന്ന, അപ്പോൾ 1 ലക്ഷം എത്താനായിട്ട് ഇനിയും $2,931 ബാക്കിയുണ്ട്. ഇത് തേർഡ് ടാക്സ് ബ്രാക്കറ്റിലാണ് വരുന്നത്. ബാക്കി വരുന്ന ഈ $2,931 26% നിരക്കിൽ ആൾ $762 ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും ടാക്സ് ബ്രാക്കറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതൊരു ഫിക്സഡ് റേറ്റ് അല്ല, നിങ്ങളുടെ ടാക്സ്, അതായത് നിങ്ങൾ ഓരോ ടാക്സ് ബ്രാക്കറ്റ് കഴിയുമ്പോഴും കൂടുതലായിട്ട് ഏൺ ചെയ്യുന്ന പൈസയ്ക്ക് കൂടുതൽ ടാക്സ് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഈ ടേബിൾ ഒന്ന് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ ടേബിളിൽ ഞാൻ നോൺ റീഫണ്ടബിൾ ടാക്സ് ക്രെഡിറ്റും അല്ലെങ്കിൽ റീഫണ്ടബിൾ ടാക്സ് ക്രെഡിറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് നിങ്ങളുടെ ടാക്സ് നിങ്ങൾ എത്ര പേ ചെയ്യുന്നത് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് ഓൺലൈൻ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് ഒരു EY ടാക്സ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ടൂളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന EY ടാക്സ് കാൽക്കുലേറ്റർ. സോ ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ ടാക്സബിൾ ഇൻകം നമ്മളിവിടെ എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ $55,000 കൊടുത്തിരിക്കുന്നത്. ഈ $55,000, അതായത് ഇത് പ്രൊവിൻഷ്യൽ പ്ലസ് ഫെഡറൽ, ഈ 2 ടാക്സ് റേറ്റും കമ്പൈൻഡ് ആയിട്ടുള്ള റേറ്റാണ്. അപ്പോൾ ഇതൊരു എസ്റ്റിമേറ്റ് ഫിഗറാണ്.
ഏകദേശം കറക്റ്റ് ആയിരിക്കും ഈ ഫിഗർ. ഓരോ ഇൻഡിവിജ്വലിൻ്റെ കേസ് അനുസരിച്ച് ഇത് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു ഓവറോൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഇൻഡിവിജ്വൽ ടാക്സ് റേറ്റിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ടാക്സ് ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്കിവിടെ മനസ്സിലാവും ഓരോ പ്രൊവിൻസിൻ്റെയും ടാക്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ പ്രൊവിൻസിൻ്റെ അതേ ടാക്സ് റേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രൊവിൻസ് അതായത് ഒണ്ടാരിയോയിൽ ഇപ്പോൾ $9,275 ഞാൻ $55,000 ഫെഡറൽ പ്ലസ് പ്രൊവിൻഷ്യൽ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. എനിക്ക് ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് $45,725 സോ ഈ ഇൻകത്തിൻ്റെ ഒരു ആവറേജ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 16.86%. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് കിട്ടിയ ടാക്സ് ഡിവൈഡഡ് ബൈ $55,000 × 100. അതാണ് ആവറേജ് ടാക്സ് റേറ്റ്. നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർജിനൽ ടാക്സ് റേറ്റ് ആണ്. മാർജിനൽ ടാക്സ് റേറ്റ് എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് 29.65%. അതായത് എനിക്ക് അധികമായി കിട്ടുന്ന ഓരോ ഡോളറിനും ഞാൻ കൊടുക്കേണ്ട റേറ്റ് എന്ന് പറയുന്നത് 29.65%. സപ്പോസ് എൻ്റെ കമ്പനി എനിക്കിപ്പോൾ ഒരു $100 ബോണസ് തന്നു. ഈ ബോണസ് അതായത് ഈ $100 ബോണസിൽ $29.65 ടാക്സ് ആയിട്ട് പോകും. ഏകദേശം $30 ടാക്സ് മാത്രമായിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ടാക്സ് സേവ് ചെയ്യാം ഇതിനൊക്കെ പറ്റി ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് മാർജിനൽ ടാക്സ് റേറ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു ടേബിൾ വഴി ഞങ്ങൾക്കത് ക്ലിയർ ആക്കി തരാം. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കമ്പൈൻഡ് ഫെഡറൽ ആൻഡ് പ്രൊവിൻഷ്യൽ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്ന പ്രൊവിൻസ് ഒണ്ടാരിയോ പ്രൊവിൻസ് ആണ്. അപ്പോൾ ഇത് ഒണ്ടാരിയോ പ്രൊവിൻസിലുള്ളവർക്കാണ് ഇത് ആപ്ലിക്കബിൾ. നിങ്ങൾ ഏത് പ്രൊവിൻസിലാണോ നിങ്ങളുടെ കറക്റ്റ് മാർജിനൽ ടാക്സ് റേറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഇവയുടെ കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് മാർജിനൽ ടാക്സ് റേറ്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് $20,645 $44,740 ഇടയിൽ വരുന്ന എമൗണ്ടിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് റേറ്റ് ആണ് 20.05%. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ടാക്സ് ബ്രാക്കറ്റിനുള്ളിൽ ഈ ടാക്സ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ശതമാനമാണ് 24.15%. ഞാൻ നേരത്തെ പറഞ്ഞു $55,000 എൻ്റെ മാർജിനൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 29.65%. അതായത് $48,536 മുകളിൽ ഞാൻ ഏൺ ചെയ്യുന്ന ഓരോ ഡോളറിനും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ടാക്സ് എന്ന് പറയുന്നത് 29.65%. അപ്പോൾ ഇവിടെയാണ് നമുക്ക് RRSP കോൺട്രിബ്യൂഷൻ്റെ ഒരു വില ശരിക്കും മനസ്സിലാവുന്നത്. കാരണം എനിക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ സപ്പോസ് ഒരു $1,000 ഈ $48,536 ശേഷം എനിക്ക് കിട്ടിയെന്ന് വയ്ക്കുക. അത് ഇൻകം ആയിക്കോട്ടെ, ബോണസ് ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെക്കൻഡ് ജോലി വഴി ആയിക്കോട്ടെ, ഞാൻ കൊടുക്കുന്നത് ഏകദേശം $300 ടാക്സ് മാത്രമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഭീമമായ തുക ടാക്സ് ആയിട്ട് പോകുന്നത് ലീഗലി സേവ് ചെയ്യാം? അതിന് ഗവൺമെൻറ് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് RRSP. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും. സപ്പോസ് ഒരു 50,000 ഇൻകം ഉള്ള ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ ഈ ടാക്സ് ബ്രാക്കറ്റിലാണ് വരിക. 48,536 78,786 ഇടയിലാണ് വരിക. എൻ്റെ മാർജിനൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 29.65% ആയിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു $6,400 RRSPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അവിടെ സംഭവിക്കുന്നത് $6,400 29.65% എനിക്ക് അടുത്ത കൊല്ലം നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അത് റിട്ടേൺ ആയിട്ട് കിട്ടുന്നു. പേഴ്സണലി ഞാനൊക്കെ ആണെങ്കിൽ ഒരു തേർഡ് ടാക്സ് ബ്രാക്കറ്റ് അതായത് 29.65% മാർജിനൽ ടാക്സ് റേറ്റ് വരുന്ന ഈ ബ്രാക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ മാത്രമേ ഞാൻ RRSPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അതായത് 48,536 മുകളിൽ എൻ്റെ ഇൻകം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ജോലി ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ 2 ജോലി ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ എപ്പോഴാണോ എൻ്റെ ഈ കാറ്റഗറി ഞാൻ റീച്ച് ആവുന്നത് ബാക്കി വരുന്ന എമൗണ്ട് 48,536 മുകളിലോട്ട് വരുന്ന എമൗണ്ട് ഞാൻ മാക്സിമം RRSPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ അതുവഴി എനിക്കൊരു ഏകദേശം 30% ടാക്സ് റിട്ടേൺ കിട്ടും. നിങ്ങൾ വീട് മേടിക്കാൻ പ്ലാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ RRSPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു അപ് ടു $35,000 വരെ RRSPന്ന് ടാക്സ് കൊടുക്കാതെ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ RRSPയും TFSA ഒക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൗ ടു സേവ് ഓൺ ടാക്സസ്. പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാനഡയിൽ ആദ്യമായിട്ട് വീട് മേടിക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ, എല്ലാവരുടെയും സ്വപ്നമാണ് കാനഡയിൽ ഒരു വീട് മേടിക്കുക, സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കുക എന്നൊക്കെ ഉള്ളത്. ഞാൻ നിൽക്കുന്ന പ്രൊവിൻസ് ഒണ്ടാരിയോ. അപ്പോൾ ഒണ്ടാരിയോയിൽ ഒരു ഡിറ്റാച്ച്ഡ് ഹൗസിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് $600,000 ആണ്. അപ്പോൾ നമുക്ക് മിക്കവർക്കും അറിയായിരിക്കും ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ ആണെങ്കിൽ അവർക്ക് മിനിമം ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വേണ്ടത് 5%. അപ്പോൾ ഇവിടുത്തെ കേസിൽ അത് $30,000. അപ്പോൾ നമുക്ക് എങ്ങനെ $30,000 ഗോൾ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം? മിക്കവർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് RRSP കോൺട്രിബ്യൂഷൻ എംപ്ലോയർ മാച്ചിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് കാനഡയിൽ. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി RRSPയിലോട്ട് പൈസ ഇടുന്നു. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഇത് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു $1,000 RRSP അക്കൗണ്ടിലോട്ട് ഇട്ടാൽ എൻ്റെ കമ്പനിയും എൻ്റെ ബിഹാഫിൽ $1,000 ഇടുന്നു. അപ്പോൾ ടോട്ടൽ $2,000 എൻ്റെ RRSP അക്കൗണ്ടിലോട്ട് കയറി. അപ്പോൾ ഇതിന് എൻ്റെ കമ്പനിയിലുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 2 കൊല്ലം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് 2 കൊല്ലം കമ്പനിയിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ $1,000 ലിമിറ്റ്. $1,000 ഇട്ടാൽ $1,000 കമ്പനി ഇടും. ഇത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ HR ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ടോ ഇതിനെപ്പറ്റി സംസാരിക്കുക, ഇതിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണെന്ന്. ഒട്ടുമിക്ക കമ്പനികളും കാനഡയിൽ ഈ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു RRSP റീഫണ്ട് കാൽക്കുലേറ്ററാണ്. ഇതൊരു ഓൺലൈൻ ടൂളാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് നമ്മുടെ ടാക്സബിൾ ഇൻകം $55,000 ആണ്. RRSPയിലോട്ട് ഒരു $6,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു.
നമുക്ക് കിട്ടുന്ന റീഫണ്ട് എന്ന് പറയുന്നത് $1779. അതായത് നേരത്തെ നമ്മൾ നോക്കിയിരുന്ന മാർജിനൽ ടാക്സ് റേറ്റ് 29.65% വെച്ച് 6000-ൻ്റെ 29.65%മാണ് 1779. അതാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊവിൻസിലാണ് നിൽക്കുന്നത് ആ പ്രൊവിൻസ് അനുസരിച്ച് അത് ആ ടാക്സിൻ്റെ റീഫണ്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഒരു ഗോൾ ഉണ്ട്, $30,000 RRSP അക്കൗണ്ടിൽ അച്ചീവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ ഏത് തരത്തിലാണ് അത് അച്ചീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഞാനൊരു 3 തൊട്ട് 6 വർഷം വരെയുള്ള ഒരു എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ 3 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 4 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 6 വർഷം കൊണ്ടോ ഇതെങ്ങനെ ഈ RRSP അക്കൗണ്ടിൽ നമുക്ക് എൻ ബാലൻസ് ആയിട്ട് $30,000 റീച്ച് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മാർജിനൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 29.65%. അതായത് $48,536 മുകളിലോട്ട് ഞാൻ സമ്പാദിക്കുന്ന ഓരോ ഡോളറിനും ഞാൻ ഈ ടാക്സ് റേറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീട് മേടിക്കാൻ പ്ലാൻ ഉള്ളതെങ്കിൽ, അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ ഇടുന്നതെങ്കിൽ $6,000 വെച്ച് നമ്മൾ 5 കൊല്ലം ഇടണം. അപ്പോൾ 6000 × 5 $30,000. RRSP അക്കൗണ്ടിലോട്ടായാലും 6000 × 5 $30,000. ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ $6,000 RRSP അക്കൗണ്ടിലോട്ട് ഇടുമ്പോൾ നമുക്ക് $1779 അടുത്ത കൊല്ലം ടാക്സ് റീഫണ്ടായിട്ട് കിട്ടുന്നു. അപ്പോൾ നമുക്ക് $6,000 നിന്ന് 1779 കുറച്ചാൽ ബാക്കിയുള്ള $4,221 മാത്രം നമ്മൾ അടുത്ത കൊല്ലം കയ്യിൽ നിന്ന് ഇട്ടാൽ മതി. അങ്ങനെ $6,000 അടുത്ത കൊല്ലവും നമ്മൾ RRSPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇത് 5 വർഷം ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ആകുന്നു. അങ്ങനെ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ RRSP അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട് ആണ് $30,000. നമ്മൾ ആകെ നമ്മുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് $22,884 ആണ്. അതിലും എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, നേരത്തെ പറഞ്ഞ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിലും കുറഞ്ഞിരിക്കും. ഇൻ കേസ് നിങ്ങളിത് RRSPയിൽ ഈ പൈസ ഇട്ട പൈസ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു ETF-ലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനൊരു 8% റിട്ടേൺ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ എൻ ബാലൻസ് എന്ന് പറയുന്നത് $35,200 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ 5 കൊല്ലം കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് $22,884 ആണ്. അത് ഗ്രോ ചെയ്ത എമൗണ്ടാണ് $35,200. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും RRSPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന്. ഇത് തന്നെ ഒരു 6 വർഷത്തെ ഒരു സ്പാനിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ $5,000 ആദ്യത്തെ കൊല്ലം നിങ്ങൾ RRSP അക്കൗണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. $1,483 അടുത്ത കൊല്ലം നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നു. ആ റീഫണ്ട് കിട്ടിയ എമൗണ്ടും ഒരു $3,517. അങ്ങനെ ടോട്ടൽ $5,000 വീണ്ടും അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇത് 6 കൊല്ലത്തേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അങ്ങനെ 6 കൊല്ലം കഴിയുമ്പോൾ $22,587 ആണ് നിങ്ങൾ ടോട്ടൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ 6 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ എൻ ബാലൻസ് എന്ന് പറയുന്നത് $30,000 ആണ്. സപ്പോസ് 8% റിട്ടേൺ തരുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോ നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എൻ ബാലൻസ് എന്ന് പറയുന്നത് $36,680 ആണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു 3 to 6 ഇയർ സ്പാനിൽ ഒരു $30,000 ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഈ ടേബിൾ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാൽക്കുലേഷനല്ല, സിമ്പിൾ കാൽക്കുലേഷനാണ്. കാനഡയിൽ വീടൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ബേസിക് ഐഡിയ ആയിരുന്നു. നിങ്ങൾക്കൊരു ഇൻഡെപ്ത് ഐഡിയ ആണ് അറിയേണ്ടതെങ്കിൽ ഒരു ടാക്സ് എക്സ്പേർട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ സമീപിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടാക്സിനെ പറ്റിയും അതുപോലെ തന്നെ നമുക്കിപ്പോൾ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് എങ്ങനെ പൈസ സേവ് ചെയ്യാം ഇതിനൊക്കെ പറ്റി നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ ഗുഡ് വൺ ഗൈസ്, ബൈ.